ഈ സന്ധ്യയുടെ ഈ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ കൂടുവാനും കർത്താവെ അവിടുന്ന് തരുന്ന വചനങ്ങൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ആലയത്തിൽ വന്നുകൂടുവാൻ തക്ക സമയം തന്ന കർത്താവിന് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യേശുവിലേക്ക് നോക്കുവാൻ തക്കോണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണമേ. ഈ സന്ധ്യാസമയത്ത് കർത്താവെ അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാൻ തക്കോണം ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കഠിനമായ ചൂടിൻ്റെ സമയത്ത് കർത്താവെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവില്ലാതെ അപ്പോഴത്തെ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 2 or 3 യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യയുള്ള നന്ദിച്ചവനായ യേശുനാഥ, ഇന്ന് ഈ ആലയത്തിന് മധ്യത്തിൽ വന്നിരിക്കുന്നതായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രോഗികളായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ രോഗിക്ക് മഹാവൈദ്യൻ അങ്ങാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. സർവശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൊണ്ട് സൗഖ്യം കൊടുക്കണമേ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും കർത്താവെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നല്ലോ. കർത്താവെ ഇന്ന് തരുന്ന ആ വിഷയങ്ങൾ കർത്താവെ അവിടുന്ന് തരുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലായിരുന്നത് 30, 60, 100 മീനിയായി ഉടയാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കണമേ. ആ നല്ല നിലത്ത് വെച്ച വിത്ത് പോലെ കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുക്കിയെടുക്കണമേ. കർത്താവെ ഇന്ന് സന്ധ്യാസമയം വരെ കാണാതെ എത്രയോ പേർ ഈ ഭൂമുഖത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ച് എത്രത്തോളം വൻ കൃപകൾ തന്ന നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവെ. യാക്കോബ് പറഞ്ഞതുപോലെ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങളത് വിട്ടുമാറുകയില്ല കർത്താവെ. കർത്താവ് അവിടെ സ്ത്രീയോട് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതിയെന്നേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൂരത്തും ചാരത്തുമായി പാർക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏതവസ്ഥയിൽ എവിടെ ഇരുന്നാലും കർത്താവിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കണമേ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകി ചേർക്കുന്നവരെ ആ പന്നിൻ്റെ മക്കളെ ആ ചിറകടി ഒഴിച്ചു കൊള്ളണമേ. കർത്താവെ ഈ മനുഷ്യനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടുത്തെ കൃപയിൽ നിറച്ചു വരണേ. അവിടുന്ന് തരുന്ന വചനങ്ങൾ കർത്താവ് തരുന്ന വചനങ്ങളായി കരുവാൻ തക്കണം കർത്താവ് ഞങ്ങളുടെ മാംസപ്പഴയുടെ എടുക്കണമേ. കർത്താവ് ഇന്ന് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതൊരു കൂട്ടമായി തീരുവാൻ തക്കണം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയെ നിറച്ചുകൊള്ളണമേ. എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരെയും ദേശത്തെയും കർത്താവ് എല്ലാ മനുഷ്യരും എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കൃതിയോട് കേട്ടു പുത്രകർമ്മേ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ
അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർക്കന്തം വരുത്തിയിടുവാൻ. വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർക്കന്തം വരുത്തിയിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പിന്നിലുള്ളത് പോലെ ഇനി മണ്ണിലും ദൈവഹിതം, പിന്നിലുള്ളത് പോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിയിടുവാൻ. പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിയിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ
ലോകത്തിലേക്ക് ആശ്രയം എന്നേറ്റു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേറ്റു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി എന്നും വാട്ടിപ്പാടും ഞാൻ എന്നും വാട്ടിപ്പാടും ഞാൻ കൂറ്റവരായിരുന്നവർ രക്ഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ കൂറ്റവരായിരുന്നവർ രക്ഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും ശക്തിയാൽ നിത്യവും ശക്തിയാൽ നിത്യവും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവനാവതില്ലിനി മാറുവനാവതില്ലിനി ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായിൽ നാദനമേശു മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായിൽ നാദനമേശു മാറാത്ത വാക്കുതന്ന മാറുമോ ആയവൻ മാറാത്ത വാക്കുതന്ന മാറുമോ ആയവൻ മധുരമാക്കിടും മധുരമാക്കിടും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ശക്തി കാട്ട ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ ശക്തി കാട്ട ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ പത്മോസിൽ എത്ര ഞാൻ
പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും. ആത്മനദി എന്നിലേക്കൊഴുകുവാനായി അവരോടെ ഞാനും കാത്തിരുന്നപ്പോ, ആത്മനദി എന്നിലേക്കൊഴുകുവാനായി അവരോടെ ഞാനും കാത്തിരുന്നപ്പോ, ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്കവനൊരുക്കി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്കവനൊരുക്കി. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോ, ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോ, ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാവൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാവൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എന്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചുപോ. ആത്മനദി എന്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചുപോ. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമന്ന് സ്തുതിയുടെ ചിറകിൽ പൊങ്ങിത്തുടങ്ങി. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമന്ന് സ്തുതിയുടെ ചിറകിൽ പൊങ്ങിത്തുടങ്ങി. ആത്മനദി എന്റെ അരയോളമെത്തി. ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനദി എന്റെ അരയോളമെത്തി. ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എന്റെ ശിരസോളമെത്തി. എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ആത്മനദി എന്റെ ശിരസോളമെത്തി. എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയാ. എന്റെ ഹൃത്തിനോ തെല്ലും ഭാരമില്ലാതായി. ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. എന്റെ ഹൃത്തിനോ തെല്ലും ഭാരമില്ലാതായി. ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. ആത്മനദി എന്നിലേക്കൊഴുകുവാനായി
ആത്മനാദി എന്നിലേക്കവനൊരുക്കി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി. ആത്മനാദി എന്നിലേക്കവനൊരുക്കി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി. ആത്മനാദി എന്നിലേക്കവനൊരുക്കി. ആത്മാവിനകത്ത് കർത്താവിന് കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 47 സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ട് 47-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത്യുന്നതനായ യഹോവയെ അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തുതി പാടുകയും സ്തുതി പാടുകയും നമ്മുടെ രാജാവിന് സ്തുതി പാടുകയും സ്തുതി പാടുകയും. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. നമ്മുടെ ദൈവം മഹാരാജാവാകുന്നു, നമ്മുടെ ദൈവം രാജാവാകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിന് അവസാനവും ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടെ നീതിയോടും കൂടി സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അത് നിവർത്തിക്കും. ഇവിടെ പറയുന്നു, ദാവീദിന്റെ സിംഹാസനത്തിന് അവന്റെ രാജ്യത്ത് ഇന്നു മുതൽ എന്നേക്കും അവൻ അതിൻ്റെ ന്യായത്തെയും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ് രാജാവായി. നമുക്ക് നമ്മുടെ രാജാവായി ഉള്ളത് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന് 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കും. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് പുരോഹിതൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. നമ്മുടെ രാജാവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ രാജാവ്. നമുക്ക് ഒരേ ഒരു രാജാവ് ഉള്ളത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്നൊരു വാക്യം ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 24-ാമത്തെ വാക്യം, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റൊരുവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. നമുക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ. നമുക്കൊരു രാജാവുണ്ട്, നമുക്കൊരു യജമാനുണ്ടെങ്കിൽ നമ്മൾ സേവിക്കുന്ന ഒരാൾ 2 യജമാനെ സേവിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. നമ്മുടെ രാജാവ് യേശുക്രിസ്തു ആണെങ്കിൽ നമുക്ക് യേശുക്രിസ്തു അല്ലാതെ വേറൊരു വ്യക്തിയുമായിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് ഇത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പുതുപ്പള്ളിപ്പള്ളിയുടെ പെരുന്നാളാണല്ലോ. ക്ലാസ്സൊക്കെ ഇറങ്ങുന്നതിന് വഴി മുഴുവൻ ഈ ദിവസയുടെ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ രാജാവാണെങ്കിൽ ക്രിസ്തു മാത്രമായിരിക്കണം നമ്മുടെ രാജാവ്.
രണ്ടുപേരെ സേവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവജനം തന്നെ യേശുക്രിസ്തുവിനെ നമ്മൾ പറഞ്ഞ് രണ്ട് യജമാനെ സേവിക്കാൻ പറ്റില്ല. രണ്ട് യജമാനൻ വന്നു കഴിഞ്ഞാൽ ഒരുത്തിനെ സ്നേഹിക്കുകയും മറ്റവനെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. യജമാനെ സേവിക്കാൻ ആർക്കില്ല. അവനെ അങ്ങനെ ചെയ്താൽ ഒരുവനെ പകയ്ക്കും, മറ്റവനെ സ്നേഹിക്കും. ഒരുവനോട് പറ്റിച്ചേരും. ആരോട് പറ്റിച്ചേരും? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ പറയുമെങ്കിൽ വേറൊരു മധ്യസ്ഥനുമില്ല, വേറൊരാളുമില്ല. ക്രിസ്തു മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു രാജാവുള്ളൂ. നമ്മുടെ കാത്തിരിപ്പും ഒരേ ഒരു രാജാവിനെ, കർത്താവ് രണ്ടാമത് വരും. ആ രാജാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരുവന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അവൻ്റെ കാത്തിരിക്കുന്നവരെ മാത്രം കൂട്ടിവരുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് രാജാവായി എഴുന്നള്ളി വരുന്നത്. അല്ലാതെ എല്ലാവരെയും കർത്താവിലേക്ക് ചേർക്കപ്പെടുന്നില്ല. ഒരു യജമാനെ സേവിക്കുന്ന, ക്രിസ്തുവിനെ മാത്രം സേവിക്കുന്നത്, ക്രിസ്തു രാജാവായി കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചോട് ക്രിസ്തു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ഉള്ളൂ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നുള്ളൂ. അല്ലാത്തവരുടെ രണ്ടാമത്തെ പുനരുദ്ധാനം ഈ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് ഒരു പുനരുദ്ധാനം, അത് നമ്മൾ വെളിപാട് പുസ്തകത്തിലൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. ആ പുനരുദ്ധാനത്തിലല്ല നമ്മുടെ പ്രത്യാശ. ക്രിസ്തു രണ്ടാമത് പ്രധാന ദൂതന്റെ കാഹള ശബ്ദത്തോടുകൂടെ വരുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടുകയും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ രാജാവിന്റെ പൊന്മുഖം നമ്മൾ കണ്ണാലെ കാണുന്ന ഒരു ദിവസം, അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഈ കൂടുവലിലൂടെയൊക്കെ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ ഒരുങ്ങുവാൻ നമ്മുടെ സ്വപ്നവും ആഗ്രഹവും എല്ലാം അതിനുവേണ്ടിയായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ഒക്കെ മനുഷ്യരാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളും ഒന്നും ക്രിസ്തു എന്ന രാജാവിനെ കാണുന്നതിനപ്പുറമായ ഒരു സ്വപ്നത്തിനപ്പുറം പോകാൻ പാടില്ല. നമുക്ക് പല ആഗ്രഹങ്ങളും മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്, നല്ലതാണ്. പക്ഷെങ്കിൽ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും ക്രിസ്തുവിനെ കാണുന്ന രാജാവായി വരുന്ന ഒരു അതിനേക്കാൾ വലുതായ ഒരു സ്വപ്നം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കാരണം അതാണ് നിശ്ചയമായും ഉള്ള ഒരു സ്വപ്നം. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കി പറഞ്ഞിരിക്കുന്നത്. ആ പ്രത്യാശയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സ്വീകരിച്ചിരുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ലിടുന്നു. നമുക്ക് ഒരു മൂലക്കല്ലിടുന്നു എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മൂലക്കല്ല്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കൂടെ അതിൻ്റെ കൂടെ ഒരാളെയും കൂടെ കൂടിച്ചേർത്തിട്ടില്ല. ഒരു മൂലക്കല്ല് എന്നാൽ പ്രത്യേകത, ഒരു മൂലക്കല്ല് സ്വീകരിച്ചിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇറച്ചക്കല്ലും തടങ്ങൾ പാറയുമായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വിടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മൂലക്കല്ലായി ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ കാത്തിരിക്കുന്നു. നമുക്കതൊരു നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുമെങ്കിൽ അതേ കർത്താവ് തന്നെ മറ്റുള്ളവർക്ക് വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയുമായിരിക്കുന്ന അവസ്ഥ. ക്രിസ്തുവിൻ്റെ ന്യായവിധിയിൽ നമുക്ക് ആദ്യത്തെ പുനരുദ്ധാനത്തിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ അവകാശം ലഭിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ലജ്ജിച്ചു പോകാത്ത ഒരു അവസ്ഥയുണ്ട്. ക്രിസ്തുവിനിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ആ വിശ്വസിക്കായതുകൊണ്ട് തന്നെ ക്രിസ്തു ന്യായവിധി നടത്തുന്ന ഒരു അനുഭവമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവൻ്റെ വചനം അനുസരിക്കാൻ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. വചനം അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു, അതിനനുസരിക്കായിക്കാൻ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നമ്മൾ ഈ വചനമൊക്കെയും പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തരണം. അതിൻ്റെ ഈ പത്രോസിനെതിരെ ലേഖനത്തിന് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്നു: ആകയാ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയെ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാങ്ങിക്കുവാൻ. നമ്മൾ വചനമില്ലാത്ത മായമില്ലാത്ത പാൽ കുടിക്കുവാൻ, വചനമെന്ന പാൽ കുടിക്കുവാൻ തക്കൊണ്ട് ഇടയായി തരണം. ഈ പാൽ കുടിക്കുന്തോറും കർത്താവിനോട് കൂടെ അടുക്കുവാനും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാനും പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ഏകരാജാവിനായി ഏകരക്ഷനായി കാത്തിരിക്കുവാനും തക്കൊണ്ട് ഇടയായി തീരും. നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു: അവൻ നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തരുന്നു. നമുക്കൊരു അവകാശമുണ്ട്. അവകാശത്തെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളും തരും, വരുവാനുള്ള ലോകത്തിൽ നമുക്കൊരു അവകാശം തരും. നമുക്ക് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ ഏകരക്ഷകനായി ഏകരാജാവുമായി യേശുക്രിസ്തുവിനെ നോക്കി നമുക്ക് കാത്തിരിക്കാമെന്നതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന വത്സമ്മ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. തെക്കേലെ വത്സമ്മയുടെ മകന് അനിലിൻ്റെ നടുവേദന അപൂർണമായി മാറേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അനിലിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പിന്നെ നമ്മുടെ ജിയായിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, കടന്നു വരാൻ ഇന്ന് സാധിച്ചില്ല. ജിയായെ സമർപ്പിച്ച് കർത്താവ് അവളെ അനുഗ്രഹിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞോളാൻ്റെയുടെ മകൾ അനുവിന് കൊടുത്ത പൂർണ്ണ വിടുതലിനായി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. യേശുവിൻ മൂലമെൻ യാതന നൽകുമേനെ, യേശുവിൻ മൂലമെൻ യാതന നൽകുമേ, ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെന്നിൽ ദേശവും നന്മയിക്ക്, അല്ലാതെന്നിൽ ദേശവും നന്മയിക്ക്. കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അടിയങ്ങൾക്കൊരു അവസരം കൂടെ തന്നതിനുമായി സ്തോത്രം നാഥ. ഈ ആലയവും പരിസരവും ഇതിന് 4 ദിനം വരെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പണിയർത്തപ്പെട്ട മക്കളെ എല്ലാവരെയും അതിൽ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വിട്ടിട്ട് പോന്നിരിക്കുന്ന ഭവനങ്ങളെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അതിൽ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. 2 3 യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലേക്ക് വരുവത് വാഗ്ദത്തം ചെയ്ത കർത്താവ് മധ്യത്തിൽ വന്നിരിക്കുകയായി സ്തോത്രം നാഥ. പേരുവോമിന് പേര് അറിയുന്നവനായ കർത്താവ്, നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഇന്നുവരെ നടന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നത്. എന്മനമേ പോലെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ പോലെ വാഴ്ത്തവന്റെ ഉപകാരമൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്. അടിപ്പണിലുള്ള സൗഖ്യം തരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. ഈ നിമിഷം വരെ പാടുവാനെ, പ്രാർത്ഥിപ്പാനെ, സങ്കീർത്തനങ്ങളെ ധ്യാനിപ്പാനൊക്കെ തന്ന ആ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവെ. പോവായിടയാനായി ഞങ്ങളോട് കൂടെ ഇരിക്കായി സ്തോത്രം ചെയ്യുന്നപ്പോൾ ഇവിടെ പേര് പറയപ്പെട്ട വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാ. ആ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാ. അവൾ പോകുമ്പോൾ അവളോട് കൂടെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിൻപടയായി ദൂതന്മാർ കാവലായിരിക്കണമേ. ഓർമ്മശക്തി, ബുദ്ധി, ജ്ഞാനം, അറിവും കൊടുത്ത് നന്നായി പരീക്ഷ എഴുതുവാൻ തക്കണം കർത്താവ് ചെയ്ത കൃപകൾക്കായി സ്തോത്രം നാഥ. ഏറ്റവും ഉന്നതമായ ഒരു വിധി അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുമളരിടുമ്പോഴൊക്കെയായി പ്രാർത്ഥിക്കുന്ന കർത്താവെ കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം നാഥ. ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കണം അവൾക്ക് കൊടുത്തു വിടുന്നതിനായി സ്തോത്രം. അനിലിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവന്റെ ആ ശരീര ബുദ്ധിമുട്ടുകളെ ഇന്ന് വചനം പറയുമ്പോൾ തന്നെ കർത്താവിന് വചനം അയച്ചു കൊടുക്കണേ, വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ പ്രയാസങ്ങളുടെ നടുവില് കർത്താവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങളെ, പ്രയാസങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ വചനം പറയുന്ന മോക്ഷനായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനിക്കായി, മക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന വചനം പറയുമ്പോൾ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുകയായി സ്തോത്രം നാഥ. പരിശുദ്ധാത്മാവിന്റെ ഏറിയ നിറവിൽ വരുന്ന വചനം പറയുവാൻ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. അപേക്ഷിക്കാത്ത ദൈവത്തിനായി സ്തോത്രം നാഥ. പ്രാർത്ഥന കേട്ട് മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. സർവമാനം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. പാട്ടുപുസ്തകത്തിലെ 135 പാട്ട്. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ,
ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാൽ, യേശുവിൻ നാമം ശക്തിയാൽ, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാൽ, യേശുവിൻ നാമം ശക്തിയാൽ, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും യേശുവിൻ ശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം വിടുതലായി, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം വിടുതലായി. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നമുക്ക് 127 പാട്ടും കൂടെ പാടി ആരാധിക്കും. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്റെ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ, പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ, പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്നുകാം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്നുകാം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുന്നിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുന്നിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിന്മഹാ സ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിന്മഹാ സ്നേഹത്തെ. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകനേ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. താമസമില്ല
നടത്തിയിടുന്നവേ എത്ര നല്ലവേ എന്റെ സുനായകേ ഏതു നേരത്തും നടത്തിയിടുന്നവേ എത്രത്തോളം നമ്മളെ നടത്തിയ വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്ത നല്ല വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് ഈ കൂട്ടായ്മയിലേക്ക് വരുവാൻ സാധിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയായിരിക്കുന്നു. കർത്താവെ, ആ വചനം ഞങ്ങൾക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. ഓരോ കൂട്ടായ്മയും കൂടുമ്പോഴും കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതി കർത്താവെ ഞങ്ങൾക്ക് അതുപോലെ ജീവിക്കുവാൻ ഇടയാകണമേ. ഇത്രത്തോളം ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുവാൻ, എൻ്റെ സർവാന്തരമായി അവൻ്റെ നാമത്തെ പുകഴ്ത്തുക. യഹോവ ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം ഞങ്ങൾ എന്ത് നൽകണം കർത്താവെ? വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മോൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കർത്താവെ അതൊക്കെയും ഞങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാക്കി പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. എൻ്റെ യേശുവെ, ഇത്രത്തോളം ഞങ്ങളെ കാര്യമായി കർത്താവെ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ കർത്താവെ ഓരോരുത്തരെ അവരുടെ ആവശ്യങ്ങളും എല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
യേശുവല്ലവേൻ യേശുദയോ എന്നുമുള്ളത്